തലസ്ഥാന നഗരസഭയിൽ ബി.ജെ.പിക്ക് അധികാരം ഉറപ്പിച്ചത് കോൺഗ്രസ്. ബി.ജെ.പി ജയിച്ച 41 വാർഡുകളിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്ത്. 25 വാർഡിൽ കോൺഗ്രസിന് ലഭിച്ചത് 1000-ൽ താഴെ വോട്ടുകൾ മാത്രം. അതേസമയം നഗരസഭയിൽ ബി.ജെ.പി 1-ാം കക്ഷിയായിട്ടും വോട്ട് കണക്കിൽ ഇടതുമുന്നണിയാണ് മുന്നിൽ. വാർഡ് അടിസ്ഥാനത്തിൽ ലഭിച്ച വോട്ടുകളും ആകെ കണക്കും പരിശോധിച്ചാൽ തലസ്ഥാന നഗരസഭയിൽ ബി.ജെ.പിക്ക് അധികാരം ഉറപ്പിച്ചത് കോൺഗ്രസ് ആണെന്ന് ഏവർക്കും മനസ്സിലാകും. കോർപ്പറേഷൻ ഭരണത്തിൽ നിന്ന് LDFനെ പുറത്താക്കുകയെന്ന ഏക ലക്ഷ്യമായിരുന്നു ബി.ജെ.പിക്കും UDFനും. അതിനായുള്ള നീക്കങ്ങൾ ഓരോ വാർഡിലും നടന്നു. ഇനി കണക്കുകൾ നോക്കാം. ബി.ജെ.പി വിജയിച്ച 41 വാർഡുകളിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. 5 ഇടങ്ങളിൽ LDF തോറ്റത് വെറും 60-ൽ താഴെ വോട്ടുകൾക്കാണ്. കാഞ്ഞിരമ്പാറ 39, പൊന്നുമംഗലം 14, ആറ്റുകാൽ 11, ചാല 12, കുഴിവിള 55. ഇങ്ങനെയാണ് കണക്കുകൾ. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് ഇടതുമുന്നണിക്ക് വാർഡുകൾ ഓരോന്നും നഷ്ടമായത്. ബി.ജെ.പി വിജയിച്ച 25 വാർഡുകളിൽ കോൺഗ്രസിന് കിട്ടിയത് 1000-ന് താഴെ വോട്ടാണ്. അതിൽ തന്നെ 4 400-ൽ താഴെയാണ് വോട്ടിംഗ് നില. ആറ്റിപ്ര 370, കരിമം 525, ഫോർട്ട് 225, നെടുങ്കാട് 395 എന്നിങ്ങനെയാണ് കണക്കുകൾ. ഭൂരിപക്ഷം വാർഡുകളിലും ശരാശരി 4000 മുതൽ 6000 വോട്ടുകളാണ് ഉള്ളത്. ഇവിടെയാണ് UDF 1000 വോട്ടുകൾ പോലും തികയ്ക്കാതിരുന്നത്. ബി.ജെ.പിക്ക് കോൺഗ്രസ് കൈ കൊടുത്തില്ലായിരുന്നുവെങ്കിൽ LDF ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആകുമായിരുന്നു എന്നതാണ് വസ്തുതകൾ. അതേസമയം ചില വാർഡുകളിൽ ബി.ജെ.പി സഹായം കോൺഗ്രസിനും കിട്ടിയിട്ടുണ്ട്. മുട്ടട വാർഡിൽ 460 വോട്ടാണ് ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. കുന്നുകുഴിയിൽ 394 ബി.ജെ.പിക്ക് ലഭിച്ച ആകെ വോട്ട്. ഇതോടൊപ്പം കൂട്ടിച്ചേർക്കാവുന്ന മറ്റൊരു കണക്കുകൂടി ഇവിടെ പ്രസക്തമാണ്. അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ 3 മുന്നണികൾക്കും ലഭിച്ച വോട്ടുകളുടെ കണക്കാണ്. ബി.ജെ.പിക്ക് പാർലമെന്റിൽ ലഭിച്ചത് 2,13,214 വോട്ടാണ്. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 1,65,055 വോട്ടായി കുറഞ്ഞു. കോൺഗ്രസിന് അന്ന് ലഭിച്ചത് 1,84,727 വോട്ടാണ്. അത് കുത്തനെ ഇടിഞ്ഞ് 1,25,396 കുറഞ്ഞു. എന്നാൽ ഇടതുമുന്നണിക്ക് പാർലമെന്റിൽ ലഭിച്ചത് 1,29,048 വോട്ടുകളാണ്. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ച് 1,67,801 അതായത് കോൺഗ്രസിന്റെ വോട്ടുകളുടെ ചോർച്ച ആർക്കാണ് ഗുണമായതെന്ന കാര്യം വ്യക്തമാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.